ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് ബ്യൂട്ടി സീക്രട്ട്. ഇന്ന് നമ്മൾ പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ തലേ ദിവസം തന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഓവർനൈറ്റ് കുതിർക്കാൻ വെക്കണം. പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് അരച്ച് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രോട്ടീൻ മാസ്ക് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനൊക്കെ മുമ്പ് എന്തായാലും നമ്മൾ നല്ലോണം ഓയിൽ വെക്കണം ഹെയറിൽ. പിറ്റേ ദിവസം ഇങ്ങനെയാണ് ഇരിക്കുക. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം ഞാനിത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പം നമ്മൾ വെള്ളം ജസ്റ്റ് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡ്രൈ ഹെയർ ആക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാലും ചെമ്പരത്തിപ്പൂവും കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ഒരു സോഫ്റ്റായിട്ട് മുടിയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുത്തിട്ട് നന്നായി അരിച്ചെടുക്കണം, കാരണം അതിൽ കുറേ വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മുടിയിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. നന്നായിട്ട് അരിച്ചെടുക്കാൻ നമുക്കൊരു കോട്ടൺ തുണിയായിരിക്കും നല്ലത്. അല്ല, ഈ ഷിഫോണിൻ്റെ ഷോളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഉലുവയും ഉഴുന്നൊക്കെ ആയതുകൊണ്ട് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എത്ര ഓയിൽ ആഡ് ചെയ്താലും ഉഴുന്നായതുകൊണ്ട് കുറച്ച് ഡ്രൈ ആക്കും നമ്മുടെ ഹെയർ. അപ്പം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യണത്, എൻ്റെ കയ്യിൽ ആർഗൻ ഓയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ആർഗൻ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അലോവേര ജെൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആർഗൻ ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ എടുത്താലും മതി. അലോവേര ജെല്ലും നമ്മുടെ മുടിയെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ നല്ലോണം സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു അലോവേര ജെല്ലും കൂടി അതിൽ ആഡ് ചെയ്തത്. പിന്നെ ആർഗൻ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എസൻഷ്യൽ ഓയിൽ ഓപ്ഷണലാണ്. ഞാൻ ടീ ട്രീ എസൻഷ്യൽ ഓയിലാണ് എടുക്കുന്നത്, കാരണം നമ്മുടെ ഇപ്പോൾ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ വളരെ നല്ലതാണ് ഡാൻഡ്രഫൊക്കെ മാറാൻ. ഇപ്പം എൻ്റെ മുടിയിൽ ഡാൻഡ്രഫൊന്നുമില്ല, എന്നാലും പിന്നെ നമ്മുടെ പാക്കിനൊരു സ്മെല്ലും കൂടിയും കിട്ടും എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ലീവ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 20 തൊട്ട് 30 മിനിറ്റ് വരെ വെക്കാം. ഇനിയിപ്പോൾ സൈനസ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അലോവേര ഉഴുന്നൊക്കെ തണുപ്പാണല്ലോ, ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കാം. എന്നിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നല്ലോണം ഷാമ്പു എഫക്റ്റ് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആദ്യം സ്കാൽപ്പിലാണ് നല്ലോണം അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ലെങ്ത്ത് വരയ്ക്കും അപ്ലൈ ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഒരു 20 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഇത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഒന്ന് ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ഇരിക്കും, എന്നാലും നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. ഇതാണ് വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട് ഇതാണ്. അപ്പം നിങ്ങൾ പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്, അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ.